ചൂട് കടക്കുകയും നോമ്പുകാലം തുടങ്ങുകയും ചെയ്തതോടെ ചെറുനാരങ്ങ വില റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്നു. കിലോയ്ക്ക് 40 മുതൽ 60 രൂപയിൽ നിന്ന് 140ലേക്കാണ് നാരങ്ങയുടെ കുതിച്ചുചാട്ടം. മൊത്ത വിലയാണിത്. ചില്ലറ കടകളിലെത്തുമ്പോൾ ഇത് 180 രൂപ വരെ എത്തും. തൂക്കമനുസരിച്ച് ഒരെണ്ണത്തിന് 810 രൂപ നൽകണം. നാരങ്ങ വെള്ളത്തിന്റെ വിലയാകട്ടെ 15 നിന്ന് 20 രൂപയായി. ഒരു മാസത്തിനുള്ളിൽ 4 ഇരട്ടിയോളമാണ് നാരങ്ങ വില വർദ്ധിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും വില ഉയരാൻ തന്നെയാണ് സാധ്യത. ഇതോടെ നാരങ്ങ അച്ചാറിനും വില കൂടും. സംസ്ഥാനത്ത് പാലക്കാട്, തൃശൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ചെറുനാരങ്ങ കൃഷിയുള്ളത്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള നാരങ്ങയാണ് സംസ്ഥാനത്തെ മാർക്കറ്റുകളിൽ ഇപ്പോൾ കൂടുതലായി എത്തുന്നത്. ഇവിടെ നിന്ന് 50 കിലോ ചാക്കിലാണ് നാരങ്ങ എത്തുന്നത്. ഇതിൽ 10 കിലോയോളം കേട് കാരണം നഷ്ടമാകുന്നതും വില കൂടാൻ കാരണമായിട്ടുണ്ട്. വലിപ്പം കുറവായതിനാൽ നാടൻ നാരങ്ങയ്ക്ക് ആവശ്യക്കാർ കുറവാണ്. വലിപ്പ കൂടുതലുള്ള അന്യസംസ്ഥാന നാരങ്ങയ്ക്ക് പ്രിയം ഏറെയാണ്. മലയോര ജില്ലകളിലെ തോട്ടങ്ങളിൽ നിന്ന് വേണ്ടത്ര നാരങ്ങ ലഭിക്കുന്നില്ല. ഉൽപാദനം കുറവ് വില വർധനയ്ക്ക് കാരണവുമായിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാരങ്ങയാണ് ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായി എത്തുന്നത്. വേനൽ ശക്തമായതോടെയും നോമ്പ് തുടങ്ങിയതോടെയും കുതിച്ചുയരുകയാണ് പഴവർഗ്ഗങ്ങളുടെ വില. ആവശ്യക്കാർ ഏറിയതാണ് വില കുത്തനെ ഉയരാൻ കാരണം. ഓറഞ്ച്, ആപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട്, മുന്തിരി എന്നിവയ്ക്കെല്ലാം വില വർദ്ധിച്ചു തുടങ്ങി. ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന വിലയേക്കാൾ കിലോയ്ക്ക് 20 മുതൽ 40 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. സീസൺ കഴിഞ്ഞതോടെ ഓറഞ്ചിന് 90 മുതൽ 100 വരെ വില ഉയർന്നു. സീസണിൽ 40 രൂപയായിരുന്നു വില. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പപ്പായയ്ക്ക് കിലോയ്ക്ക് 50 രൂപയും നാടൻ പപ്പായ കിലോ 60 രൂപയുമാണ് വില. സാധാരണ തണ്ണിമത്തന് കിലോയ്ക്ക് 20 രൂപയും കിരൺ, പുറം മഞ്ഞ, അകം മഞ്ഞ തണ്ണിമത്തന് 30 മുതൽ 50 രൂപ വരെയാണ് കിലോയ്ക്ക് വില. നാടൻ തണ്ണിമത്തിന് വില അല്പം കൂടും. നാടൻ ഷമാമിന് 70 രൂപയാണ് കിലോയ്ക്ക് വില ഈടാക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന് 200 രൂപയും റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിന് 240 രൂപയും ആപ്പിളിന് 200 മുതൽ 240 രൂപയും മാമ്പഴത്തിന് 160 രൂപയും ജ്യൂസ് മുന്തിരിക്ക് 80 രൂപ, കുരുവുള്ള മുന്തിരിക്ക് 90 രൂപ, വെള്ളക്കുരുവില്ലാത്ത മുന്തിരിക്ക് 100 രൂപ, കുരുവില്ലാത്ത ബ്ലാക്ക് മുന്തിരിക്ക് 150 രൂപ എന്നിങ്ങനെയൊക്കെയാണ് പഴവർഗ്ഗങ്ങളുടെ വില. സാധാരണക്കാർക്ക് കാപ്പി വില അല്പം കടുക്കുമെങ്കിലും ലോകത്താകമാനുള്ള കാപ്പി ഉൽപാദകർക്ക് ഇത് ബമ്പറടിച്ച സന്തോഷകാലമാണ്. കാരണം ആഗോളതലത്തിൽ 1977 ശേഷമുള്ള ഏറ്റവും വലിയ വിലയിലാണ് ഇപ്പോൾ കാപ്പിയുള്ളത്. ആഗോള വിപണിയിൽ 2025 ഫെബ്രുവരി മാസത്തിലാണ് വിലയിലെ വൻ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള ബ്രസീൽ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലുണ്ടായ കാലാവസ്ഥാ പ്രതിസന്ധിയാണ് ആഗോള കാപ്പി വിലയിലും പ്രതിഫലിക്കുന്നത്. ഇതിനു പുറമെ യൂറോപ്യൻ യൂണിയന്റെ വനനശീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കാപ്പി ഉൽപാദനത്തെയും വിലയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ലോക മാർക്കറ്റിലെ കൂടിയ ഡിമാൻഡിനൊപ്പം തന്നെ എത്താൻ കഴിയാത്ത ഉൽപാദന വിതരണ പ്രതിസന്ധി കാരണം ഈ വർഷം മാത്രം 70% വർധനവാണ് ആഗോളതലത്തിൽ കാപ്പി വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.